നമസ്കാരം. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിന് ഇരയായി വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുള്ള ജൂനിയർ ഡോക്ടർമാരുടെ സമരം തീർക്കാൻ നിശ്ചയിച്ച ചർച്ച മുടങ്ങിയതോടെയായിരുന്നു നാടകീയ പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയത്. ജനതാൽപര്യം മുൻനിർത്തി താൻ രാജിവെക്കാൻ തയ്യാറാണെന്നും തനിക്ക് മുഖ്യമന്ത്രി പദവി ആവശ്യമില്ലെന്നും മമത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാധാരണക്കാർക്ക് ചികിത്സ ലഭിക്കണമെന്നതാണ് താൻ ആഗ്രഹിക്കുന്നത്. യോഗത്തിനായി 2 മണിക്കൂർ കാത്തിരുത്തിയെങ്കിലും ഞാൻ ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കില്ല. അവർ ചെറുപ്പക്കാരായതിനാൽ ക്ഷമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മമത പറഞ്ഞു. സർക്കാർ ഏതു സമയത്തും ചർച്ചയ്ക്ക് തയ്യാറാണ്. സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ചിലർ സർക്കാരിനെ താറടിച്ചു കാട്ടുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ സർക്കാർ വിരുദ്ധ സന്ദേശങ്ങൾ പെരുകുകയും തങ്ങൾ അപമാനിക്കപ്പെടുകയുമാണെന്ന് മമത പറഞ്ഞു. ഇതിന് രാഷ്ട്രീയ നിറമുണ്ടെന്ന് സാധാരണക്കാർക്ക് അറിയില്ല. നിക്ഷിപ്ത താൽപ്പര്യക്കാർക്ക് നീതിയല്ല, അവർക്ക് കസേരയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിനിധി സംഘത്തെ 2 മണിക്കൂറോളം കാത്തിരുന്ന ശേഷമാണ് മമത വാർത്താ സമ്മേളനം നടത്തിയത്. വൈകിട്ട് 5 മണിയോടെ ഡോക്ടർമാരുടെ പ്രതിനിധികൾ സെക്രട്ടേറിയറ്റ് ഗേറ്റിന് മുന്നിൽ എത്തിയെങ്കിലും തങ്ങളുടെ ഒരു ആവശ്യം, ചർച്ചയുടെ തത്സമയ സംപ്രേഷണം, സർക്കാർ അംഗീകരിക്കാതിരുന്നതോടെ ഉള്ളിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചു. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ തത്സമയ സംപ്രേഷണം സാധ്യമല്ലെന്നായിരുന്നു സർക്കാർ നിലപാട്. ആദ്യം നിശ്ചയിച്ച 15 അംഗ പ്രതിനിധി സംഘത്തിന് പകരം 33 പേരായി അംഗസംഖ്യ ഉയർത്താനും പിന്നീട് ഒരംഗത്തെ കൂടി അധികമായി ചേർക്കാനും സർക്കാർ സമ്മതിച്ചു. എന്നാൽ തത്സമയ സംപ്രേഷണത്തിന് പകരം യോഗ നടപടികൾ റെക്കോർഡ് ചെയ്യാമെന്നായിരുന്നു സർക്കാർ നിലപാട്. ജൂനിയർ ഡോക്ടർമാർ വഴങ്ങാതിരുന്നതോടെ ചർച്ച മുടങ്ങി. പ്രതിനിധി സംഘത്തിലെ പലർക്കും ചർച്ചയ്ക്ക് താല്പര്യമുണ്ടെങ്കിലും 3-4 പേർ പുറത്തുനിന്ന് ചർച്ചയ്ക്ക് പോകരുതെന്ന് നിർദ്ദേശങ്ങൾ നൽകുകയാണെന്നും മമത ആരോപിച്ചിരുന്നു. ബംഗാളി ജനതയുടെ വികാരങ്ങളോട് താൻ മാപ്പ് പറയുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ദൗർഭാഗ്യകരമാണെന്നും ചർച്ചകൾ നടക്കണമെന്നും ഡോക്ടർമാരുടെ പ്രതിനിധികൾ പറഞ്ഞു. സമാന സാഹചര്യത്തിൽ UP സർക്കാർ എസ്മ പ്രയോഗിച്ചു. പക്ഷേ ഞാനത് ചെയ്യില്ല. ഞാൻ അടിയന്തരാവസ്ഥയെ പിന്തുണയ്ക്കുന്ന ആളല്ലെന്നും മമത പറഞ്ഞു. ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്നും ഡോക്ടർമാർ ജോലിയിലേക്ക് മടങ്ങണമെന്നുമായിരുന്നു മമതയുടെ അഭ്യർത്ഥന. ഹൃദ്രോഗികളും ഗർഭിണികളുമൊക്കെ കഷ്ടപ്പെടുകയാണെന്നും അവരുടെ കുടുംബങ്ങൾക്ക് ഉത്തരം വേണമെങ്കിൽ തങ്ങൾ അതിന് തയ്യാറാണെന്നും അവർ പറഞ്ഞു. സമരം മൂലം 27 പേർ മരിച്ചെന്ന സർക്കാർ ആരോപണം ഡോക്ടർമാർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കൊൽക്കത്ത പോലീസ് മേധാവി, ആരോഗ്യവകുപ്പിലെ 2 മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ രാജികളടക്കമുള്ള നിരവധി ആവശ്യങ്ങളാണ് ജൂനിയർ ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സർക്കാർ പിന്തുണയ്ക്കുകയാണെന്നും അവർ ആരോപിക്കുന്നു. അതേസമയം ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് മാത്രമാണ് പങ്കുള്ളതെന്നാണ് CBI കുറ്റപത്രം. ഡോക്ടറുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സാമ്പിളുകൾ പ്രതിയുമായി ചേർന്നതിനാലാണ് ഇത്തരത്തിൽ കുറ്റം ചെയ്തതെന്ന് CBI വ്യക്തമാക്കുന്നത്. ഓഗസ്റ്റ് 9-നാണ് ഡോക്ടറെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ ലൈംഗികാതിക്രമത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും ലക്ഷണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആശുപത്രി അധികൃതർ അവരുടെ മാതാപിതാക്കളെ അറിയിച്ചത് യുവതി ആത്മഹത്യ ചെയ്തുവെന്നാണ്. ആശുപത്രിയിലെത്തിയ മാതാപിതാക്കളെ മൃതദേഹം കാണിക്കാതെ ഏറെ നേരം തടഞ്ഞു വെക്കുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധമുയർന്നതോടെ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി നഗരത്തിൽ വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ആരംഭിച്ചതിനെ തുടർന്നാണ് ജൂനിയർ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് വിധേയായി എന്ന് വ്യക്തമാക്കുന്ന ഓട്ടോപ്സി റിപ്പോർട്ട് പോലും പുറത്തു വന്നത്. 24 മണിക്കൂർ സേവനങ്ങൾ പിൻവലിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. സംഭവം നടന്ന് 12 മണിക്കൂറിനുള്ളിലാണ് കൊൽക്കത്ത പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 2019 മുതൽ സിവിൽ പോലീസ് വോളണ്ടിയറായിരുന്ന സഞ്ജയ് റോയ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകം നടന്ന ദിവസത്തെ ഇയാളുടെ ചില നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ കേസ് CBIക്ക് വിടണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് കൊൽക്കത്ത ഹൈക്കോടതി കേസ് CBIക്ക് വിട്ടത്.